വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു ജ്യൂസ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രധാനമായും പൊമഗ്രാനറ്റ്, ഒരു ചെറുനാരങ്ങ, ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ഉപയോഗിക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഒരു വലുപ്പമുള്ള പൊമഗ്രാനറ്റ് ആണ് ഇന്ന് ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള പൊമഗ്രാനറ്റ് ആണ്. ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നതാണ്. ഇന്ത്യൻ പൊമഗ്രാനറ്റ് ആണെങ്കിൽ വലുപ്പം കുറവും മധുരം കൂടുതലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ പഞ്ചസാര നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. അത് നമ്മളിത് ഇതുപോലെ നന്നായി മുറിച്ച് ഇതിൻ്റെ ഉള്ളിലെ കായൊക്കെ എടുത്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഈ ഒരു പുളിക്കനുസരിച്ചാണ് ഇതിൻ്റെ ചെറുനാരങ്ങ നീരിൽ വ്യത്യാസം വരുത്തുന്നത്. ചെറുനാരങ്ങ അതുകൊണ്ട് ഇത് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഈ ഒരു പൊമഗ്രാനറ്റും ചെറിയ കഷ്ണം ഇഞ്ചിയും വെച്ച് ഒന്ന് അടിച്ചെടുക്കുക. കുരു നന്നായി അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അധികം നന്നായി കുരു അരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത ഈ ഒരു ജ്യൂസ് നമ്മളൊന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ പുളി നമ്മളൊന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. പഞ്ചസാര അതുപോലെ ചെറുനാരങ്ങ. ഇത് പുളി കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ പുളിയുടെ കണക്കനുസരിച്ച് ഞാനിപ്പോൾ പുളി ഉള്ളതായതുകൊണ്ട് 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. 3 സ്പൂൺ പഞ്ചസാരയും ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയും ചേർത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ചെറിയ കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണിത്. നമുക്ക് ആവശ്യത്തിന്, കുട്ടികൾക്കാണെങ്കിൽ ഐസ് ഒഴിവാക്കാവുന്നതാണ്. മുതിർന്നവർക്ക് നന്നായി 1-2 ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.